ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ എല്ലാവർക്കും ഏറ്റവും അധികം പരിചയം ഉണ്ടാകുന്നത് ചാറ്റ് ജി പി ടിയും ഗൂഗിളിൻ്റെ ജെമിനിയൊക്കെ ആയിരിക്കും. എന്നാൽ ചാറ്റ് ജി പി ടിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോറയെ പോലും പിന്നിലാക്കുന്ന ക്ലോഡ് 3.5 സോണറ്റ് ആണ് ആന്ത്രോപിക് എന്നുള്ള കമ്പനി റിലീസ് ചെയ്തത്. ഇതിൻ്റെ മുമ്പത്തെ വെർഷനായിരുന്നു ക്ലോഡ് 3 ഓപ്പസ് എന്ന് പറയുന്നത്. അതിനേക്കാളും രണ്ടിരട്ടി സ്പീഡും അതിനേക്കാൾ കുറഞ്ഞ കോസ്റ്റുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ആന്ത്രോപിക് എന്ന് പറയുന്ന ഈ കമ്പനി ഓപ്പണയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ബെഞ്ച് മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ മറ്റേതൊരു മോഡലിനേക്കാളും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള മോഡലാണ് എന്നാണ് ഇവർ പറയുന്നത്. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും മറ്റ് മോഡൽസിന് GPT-4a ജെമിനി 1.5 പ്രോയിനേക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാണുന്നത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് GPT-4oയ്ക്ക് ഇവിടെ 2 പോയിന്റ്സിൽ മാത്രമാണ് GPT-4o, അതും വളരെ നേരിയൊരു വ്യത്യാസം മാത്രമേ ഇത് തമ്മിലുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്ലോഡ് 3.5 സോണറ്റ് ആണ് അഡ്വാൻസ്ഡ് എന്നാണ് ഈ ബെഞ്ച് മാർക്സ് കാണിക്കുന്നത്. ഇത് ക്ലോഡ് 3.5 സീരീസിൻ്റെ ആദ്യത്തെ റിലീസാണ്. ക്ലോഡ് എന്നുള്ള ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് പല മോഡൽസ് ഉണ്ടായിട്ടുണ്ട്. ഹെയ്ക്കു എന്നുള്ളൊരു മോഡൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് സോണറ്റ് വരുന്നത്. അതിനുശേഷമാണ് ഓപ്പസ് വരുന്നത്. ഇതെല്ലാം ഒരു സീരീസ് ആയിട്ടാണ് പോകുന്നത്. അതിൽ ഈ സോണറ്റ് എന്നുള്ള സീരീസിൻ്റെ 3.5 ആണ് ഇപ്പോൾ റിലീസ് ആയേക്കുന്നത്. ഇനി ഹൈക്കു, ഓപ്പസ് ഇതിൻ്റെയൊക്കെ 3.5 ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടെ റിലീസാവുമെന്നാണ് പറയുന്നത്. ക്ലോഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാംസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഈ ആന്ത്രോപിക് കമ്പനിയുടെ തന്നെ ഇന്റേണൽ കോഡ് ഇവാലുവേഷൻ ഉണ്ട്. അതായത് പല ഓപ്പൺ സോഴ്സ് കോഡിൻ്റെയും ബഗ്ഗുകൾ ഫിക്സ് ചെയ്യാനായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്ത് അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു എന്ന് അവർ സ്റ്റഡി ചെയ്യും. അപ്പോൾ അത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ 64% പ്രോബ്ലംസും ഇതിന് സോൾവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ മുമ്പത്തെ മോഡലായിട്ടുള്ള ക്ലോഡ് 3 ഓപ്പസിന് 38% മാത്രമേ സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. ഇത് ചാറ്റ് ജി പി ടി 4നെക്കാളും ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആണെന്നും ഒത്തിരി ഫാസ്റ്റ് ആണെന്നും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് തരുന്നു എന്നും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. സോ ഇത് ചാറ്റ് ജി പി ടിക്ക് ഒരു വലിയ എതിരാളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ട്വിറ്ററിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യൂസ് കേസസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷൻ കേപ്പബിലിറ്റീസും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മറ്റേതൊരു ലാംഗ്വേജ് മോഡലിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു ഇമേജ് റീഡ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവർ 2 ഇമേജ് കൊടുത്തിട്ട് അതിലെ ഡേറ്റേനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ജെയ്സൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഇമേജ് അനലൈസ് ചെയ്ത് അതിൻ്റെ ഡേറ്റ ഒരു ജെയ്സൺ ആക്കി ജനറേറ്റ് ചെയ്ത് തരുവാണ്. ഇനി ആ ഡേറ്റേനെ ഒരു ചാർട്ടിൻ്റെ ലൈബ്രറി യൂസ് ചെയ്തിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്യാവോ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ അത് ചാർട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള കോഡ് ഇവിടെ ജനറേറ്റ് ആയി വരികയാണ്. സോ ഇവിടെ അതിനുള്ള പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ലിയർ അല്ലാത്ത ഇമേജസിൽ നിന്ന് ടെക്സ്റ്റ് എടുക്കാനും സാധിക്കുമെന്ന് അവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആർട്ടിഫാക്ട്സ് ആണ്. ഇപ്പോൾ ക്ലോഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഒരു കോഡ് സ്നിപ്പെറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നത് ആർട്ടിഫാക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വിൻഡോയുടെ അകത്താണ്. അവിടെ കോഡും അതിൻ്റെ പ്രിവ്യൂവും നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് ചാറ്റ് ജി പി ടി ഇതേ കാര്യം ഹാൻഡിൽ ചെയ്തത് ഒരു പൈത്തൺ ഇൻ്റർപ്രറ്റർ വെച്ചിട്ടാണ്. അതായത് ഒരു ഗ്രാഫ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതി അത് എക്സിക്യൂട്ട് ചെയ്താണ് ആ ഗ്രാഫ് നമുക്ക് കാണിച്ചത്. എന്നാൽ ക്ലോഡിൻ്റെ കേസിൽ അത് അതിനേക്കാളും ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് തന്നേക്കുന്നത്. ഇവിടെ ഒരു സാൻഡ് ബോക്സിൽ നമ്മുടെ കോഡ് ഡിസ്പ്ലേ ആകും. അതുപോലെ തന്നെ അവിടെ തന്നെ നിന്ന് റൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അവിടെ റെൻഡർ ചെയ്ത് കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരു ഗെയിം ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോഡ് നമുക്ക് ലൈവ് പ്രിവ്യൂ ആയിട്ട് ആ സാൻഡ് ബോക്സിൽ കാണാൻ സാധിക്കുകയാണ്. സോ ഈ കോഡ് കോപ്പി ചെയ്ത് നമ്മൾ ട്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് അവരുടെ സാൻഡ് ബോക്സിൽ തന്നെ ഇത് കാണാൻ സാധിക്കും. ദെൻ അതിലേക്കുള്ള റിഫൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ തന്നെ പറയാൻ പറ്റും. ഇത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ cloud.ai എന്നുള്ള ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയാൽ മതി. അവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ ഫീച്ചർ വെച്ചിട്ടോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. cloud.ai എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അത് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് കിട്ടും. അത് ഇവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക. സോ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. ദെൻ അത് നമ്മളോട് നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നു. സോ അവിടെ നെയിം കൊടുത്തിട്ട് സെൻഡ് പ്രസ് ചെയ്യുക. ദെൻ അതിൻ്റെ പോളിസീസ് അക്സെപ്റ്റ് ചെയ്യുക. ദെൻ നോർമലി ഏതൊരു മോഡലും പറയുന്ന പോലെ തന്നെ ഇത് തെറ്റായിട്ടുള്ള കണ്ടൻറ്റ്, ബയാസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് തരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷനൊക്കെ ആദ്യമേ പറയുന്നു. ദെൻ ലെറ്റ്സ് ബിഗിൻ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആർട്ടിഫാക്ട്സിൻ്റെ ഫീച്ചർ ട്രൈ ചെയ്യണം. സോ ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഫീച്ചർ പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷനിൽ വരുന്നു. അതിൽ ആർട്ടിഫാക്ട്സിൻ്റെ ഓപ്ഷൻ നമ്മളിത് ഓൺ ആക്കി വെക്കുക. സോ ഈ കാണുന്ന ഇൻ്റർഫേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ അറ്റാച്ച്മെൻറ്റ്സ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇതിൻ്റെ വിഷൻ കേപ്പബിലിറ്റീസും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിന് ഇവർ കുറേ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ഫ്രണ്ട് ആൻഡ് കോഡ് ആക്കാൻ പറ്റും. നമുക്കതിലൊരു എക്സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിൽ ഒരു ഇക്വേഷൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജ് റീഡ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചോദിക്കാം. സോ അത് ഈ ഇമേജിൻ്റെ അകത്തുള്ള ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരികയാണ്. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തരുന്നത്. ഇനി ഞാനിവിടെ ഒരു റോഡ് സൈനിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിന് കൊടുത്തിട്ട് ദെൻ അതിനോട് പറയാണ് എക്സ്പ്ലെയിൻ ഈച്ച് ഓഫ് ദ സിമ്പിൾസ്. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ഓരോ സിമ്പിളും അതെന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കാണ്. ദെൻ ഞാൻ വേറൊരു ഇമേജ് ഇവിടെ കൊടുക്കുകയാണ്. കുറേ സൈൻ ബോർഡുകളാണ് അതിൻ്റെ അകത്തുള്ളത്. സോ ഇവിടെ ആ ഇമേജ് റീഡ് ചെയ്തിട്ട് അതിലെ കണ്ടന്റ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കോഡ് ജനറേഷൻ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്കൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തു നോക്കാം. ഒരു കളർ കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. സോ നമ്മൾ പറയുകയാണ് ക്രിയേറ്റ് എ വെബ് ആപ്ലിക്കേഷൻ ഫോർ കളർ കോഡ് ജനറേഷൻ വിച്ച് ഷുഡ് ഹാവ്, നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂവിന് വേണ്ടിയിട്ട് 3 സ്ലൈഡർ വേണം. സോ വിച്ച് ഷുഡ് ഹാവ് 3 സ്ലൈഡേഴ്സ് ഫോർ റെഡ് ഗ്രീൻ ബ്ലൂ ആൻഡ് ഇറ്റ് ഷുഡ് ഷോ the color code and different examples with that color code for the user to understand before using it. then ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു നോക്കാം. സോ ഇതിൻ്റെ ആൻസർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇതാണ് അതിൻ്റെ ആർട്ടിഫാക്ട്സിൻ്റെ ഒരു വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങളനുസരിച്ച് സ്ലൈഡറിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. സോ ഇതിൽ 2 സെക്ഷനാണുള്ളത്, പ്രിവ്യൂവിൻ്റെ സെക്ഷനും കോഡിൻ്റെ സെക്ഷനും. ഇപ്പോൾ നമ്മൾ പ്രിവ്യൂവിൻ്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ RGB വാല്യൂസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് മാറ്റുന്നതനുസരിച്ച് ഇവിടെ അതിൻ്റെ കളർ മാറുന്നുണ്ട്, ഇവിടെ അതിൻ്റെ RGB വാല്യൂ മാറുന്നുണ്ട്, അതിൻ്റെ തന്നെ ഹെക്സാഡെസിമൽ കോഡ് നമുക്ക് തരുന്നുണ്ട്. ദെൻ അതിൻ്റെ പല എക്സാമ്പിൾസ്, അത് ബോർഡർ കളറായിട്ട് യൂസ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട്, ടെക്സ്റ്റ് കളറായിട്ട് യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസൊക്കെ നമുക്ക് സിംഗിൾ സ്ട്രെച്ചിൽ കിട്ടി. നമ്മളൊരു മോഡിഫിക്കേഷനും ഇതിൻ്റെ അത് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പ്രിവ്യൂ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇനി കോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കോഡ് കാണാൻ സാധിക്കും. സോ ഇത് ChatGPT-നെക്കാളും ബെറ്റർ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം നമുക്കിത് ഇവിടെ തന്നെ പ്രിവ്യൂ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്കിത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ആഡ് ചെയ്ത് അവിടെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്കിതിന് സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് UI ഒരു ഡിസൈനെ ഒരു ഫ്രണ്ട് ആൻഡ് കോഡാക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിന് ഇവരൊരു എക്സാമ്പിൾ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡായിട്ട് ജനറേറ്റ് ചെയ്യും. സോ ഇവിടെ ഈ ഡിസൈനെ റിയാക്ട് കമ്പോണൻ്റ് ആക്കി ടേൽവിൻഡ് CSS യൂസ് ചെയ്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇവിടെ അവർ അതേ UI തന്നെ നമുക്കിവിടെ ബിൽഡ് ചെയ്ത് തന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്ത് അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ കോഡ് നമുക്ക് കാണാൻ പറ്റും. ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ ആക്ച്വലി ഉള്ളത് ഒരു ഇമേജിൻ്റെ അകത്ത് ഒരു റെസിപ്പി ആണുള്ളത്. അതിനൊരു JSON ഫയലാക്കി മാറ്റാൻ നമ്മൾ പറയുകയാണ്. സോ അതിനെ പ്രോപ്പർ ഒരു JSON ഫയൽ ആക്കുന്നു. അതിൻ്റെ നെയിം ഇവിടെ ഒരു എൻട്രി ആയിട്ട് വന്നു. ഇൻഗ്രീഡിയൻസ് മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് അത് ഒരു അറേ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് മറ്റൊരു അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നു. ഇനി നമുക്കൊരു ചെറിയ ഗെയിം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. ക്രിയേറ്റ് എ വെബ് ആപ്ലിക്കേഷൻ ഫോർ ടിക് ടാക് ടോ ഗെയിം. 1 player ഷുഡ് ബി കമ്പ്യൂട്ടർ. കോഡ് ജനറേറ്റ് ചെയ്യാണ്. ഇത് അതിനുള്ള റിയാക്ട് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. റിയാക്റ്റിൽ അതിനുള്ള കമ്പോണൻ്റൊക്കെ ജനറേറ്റ് ചെയ്തു. അതിൻ്റെ പ്രിവ്യൂ ഇവിടെ വന്നേക്കാണ്. ഒരു മൂവ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെക്സ്റ്റ് മൂവ് പ്ലേ ചെയ്യും. സോ അതിൻ്റെ കോഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് കാണാൻ പറ്റും. ഇനി ഇതിലെന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, യൂസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ഡിഫറെൻറ്റ് പ്ലെയേഴ്സ്. സോ കോഡ് ഇവിടെ അപ്ഡേറ്റ് ആയി. ഇപ്പോൾ ഹ്യൂമൻ പ്ലെയറിനും കമ്പ്യൂട്ടറിനും വേറെ വേറെ കളറാണ് വന്നേക്കുന്നത്. സോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ അത് കോഡ് ജനറേറ്റ് ചെയ്ത് തന്നു. നമുക്ക് എല്ലാ സമയത്തും ഒരേ കോഡ് തന്നെ അല്ല അവർ ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ വേറൊരു പ്രോംപ്റ്റ് ഇതേ പ്രോംപ്റ്റ് തന്നെ വേറെ രീതിയിൽ എഴുതിയപ്പം എനിക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് ഇതുപോലെയാണ്. സോ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചായിരിക്കും അത് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഒരു AI സിസ്റ്റത്തിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലെ കമ്പ്യൂട്ടറിൻ്റെ പാർട്ട് അത്ര ഇൻ്റലിജൻ്റ് ആയിട്ടല്ല അവർ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ചോദിച്ച കാര്യം കറക്റ്റായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നു. കോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ HTML-ഉം CSS-ഉം JavaScript-ഉം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വേറെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഒരു ഗെയിം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ക്രിയേറ്റ് എ ഗെയിം ലൈക്ക് സൂപ്പർ മാരിയോ വിത്ത് ഷേപ്സ് ആസ്
ക്യാരക്ടേഴ്സ്. സോ സൂപ്പർ മാരിയോ പോലത്തെ ഒരു ഗെയിം ക്യാരക്ടേഴ്സിന് പകരം ഓരോ ഷേപ്പ് യൂസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അത് കോഡ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ സ്പീഡിലാണ് ഇതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് ബിൽഡായി, പക്ഷേ ഇതിലൊരു സ്ക്രിപ്റ്റ് എറർ വന്നു. നമുക്ക് ഇതിനോട് തന്നെ ചോദിക്കാം ഇതിലൊരു എറർ വന്നു എന്നുള്ളത്. അതിന് എറർ ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇപ്പോൾ അത് വർക്കിംഗ് ആയി, ആ എറർ പോയി. സോ എനിക്ക് ഈ ആരോ കീസ് വെച്ചിട്ട് ഈ ക്യാരക്ടറിനെ മൂവ് ചെയ്യാൻ പറ്റും, സ്പേസ് വെച്ച് ജമ്പ് ചെയ്യാൻ പറ്റും, ദെൻ സ്പേസും മറ്റ് ആരോ കീസും കൂടെ വെച്ചിട്ട് എനിക്ക് ഓരോ ഡയറക്ഷനിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ദെൻ അത് ജമ്പ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ആ ഫിസിക്സിൻ്റെ റൂൾസ് വെച്ചിട്ട് തന്നെയാണ് ജമ്പിങ് നടക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്ത് കയറാൻ പറ്റുമോ? യെസ്, അതും വർക്കിംഗ് ആണ്. ദെൻ ഗെയിം ഓവറിൻ്റെ ലോജിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു ക്വസ്റ്റിനോട് ചോദിച്ചു നോക്കാം. ജനറേറ്റ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ജാവാസ്ക്രിപ്റ്റ് ദാറ്റ് ഡിസ്പ്ലേ എ സർക്കിൾ വിത്ത് സൈൻ ഫങ്ഷൻ. സോ ഇവിടെ സൈൻ ഫങ്ഷൻ വെച്ചിട്ട് ഒരു സർക്കിൾ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ വിഷ്വലൈസേഷനാണ് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ പറയാം. ആഡ് എ ഫീച്ചർ ഫോർ ദ യൂസർ ടു കൺട്രോൾ. സോ അത് ഇൻട്രാക്റ്റീവ് സൈൻ ഫങ്ഷൻ ആയിട്ട് മാറി. സോ ഇവിടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി. അനിമേഷൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. സർക്കിളിൻ്റെ റേഡിയസും കൂട്ടവും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാക്കിയത്. സോ ഇത്തരത്തിൽ പല യൂസ് കേസസും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾ കേസസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. സോ നിങ്ങളെല്ലാവരും ഈ cloud.ai എന്നുള്ള സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങളത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.